രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ വാക്പോര് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് ആർത്തത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സഞ്ജയ് സിംഗ് പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു നുണപ്രചാരകനാണ് എന്ന് സഞ്ജയ് സിംഗ് പറയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഗ്രൗണ്ടിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തമ്മിൽ അല്ലെങ്കിൽ നേതാക്കൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. വിനിത ബി ജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, ഇന്ത്യ മുന്നണിയിലെ ഏകോദര സഹോദരന്മാരെ പോലെ നിന്നവർ നിയമസഭ ഇലക്ഷൻ ആകുമ്പോഴേക്കും ബദ്ധവൈരികളെ പോലെ പെരുമാറുകയാണോ പഴയ കണക്ക്? തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇരു ചേരികളായി തിരിഞ്ഞു നിന്നിപ്പോൾ പരസ്പരം വാക്പോരുകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടത്തുന്നതാണ് നമുക്ക് ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ചില ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് മറുപടിയാണ് ഇപ്പോൾ സഞ്ജയ് സിംഗ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നുണപ്രചാരകൻ എന്നാണ് സഞ്ജയ് സിംഗ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദാനിക്കെതിരെ ഏറ്റവും വിമർശനം ഉയർത്തിയത് അത് അരവിന്ദ് കെജ്രിവാൾ ആണെന്നും സഞ്ജയ് സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ മോദി അദാനി ഭായ് ഭായ് മുദ്രാവാക്യം ഉയർത്തിയത് അത് ആം ആദ്മി പാർട്ടിയാണെന്നും ആ സമയത്ത് വിമർശനമൊക്കെയായി മുന്നോട്ട് വന്നത് ആം ആദ്മിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് അത് ആവശ്യമില്ല എന്നും സഞ്ജയ് സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാഹുലിനെതിരെ കെജ്രിവാൾ വിമർശനം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി നൽകുന്നത് BJP ആണെന്നൊരു ആരോപണം കൂടിയാണ് സഞ്ജയ് സിംഗ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാഹുലിനെ BJP ആണ് സംരക്ഷിക്കുന്നതെന്നും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി എപ്പോഴും ജാതി സെൻസസിനൊപ്പമാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ LDF UDF ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന മട്ടാണ്. അവിടെ ഗ്രൗണ്ടിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഏറ്റുമുട്ടിയേ മതിയാവുകയുള്ളൂ. അവിടെ ഇന്ത്യ മുന്നണിയുടെ പശ്ചാത്തലം എന്താണെങ്കിലും ആ ഏറ്റുമുട്ടൽ പക്ഷേ വളരെ സജീവമായി നുണപ്രചാരകൻ പോലെയുള്ള കടുത്ത വിമർശനങ്ങളായി അതങ്ങനെ പുരോഗമിക്കുകയാണ്.